ഋതുട്ടിൻ്റെ കൈ പൊള്ളി കേട്ടോ. ഋതുട്ടിൻ്റെ കൈ പൊള്ളി. ഋതുട്ടൻ മുട്ട കഴിച്ചു വന്നപ്പോഴത്തേനും ഋതുട്ടിൻ്റെ കൈ പൊള്ളി ഭയങ്കര ഋതുട്ടിന് ഏറ്റവും ഫേവറേറ്റുള്ള സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കൊടുത്താൽ അവൻ വയറ് നയിച്ച് കഴിച്ചോളൂ, എത്ര എണ്ണം കൊടുത്താലും കേട്ടോ. അപ്പം നമുക്ക് കണ്ടാലോ. ഇപ്പം ഞാൻ വെള്ളപ്പാത്രം എടുത്തിട്ടുണ്ട്, അതിൽ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ പൊട്ടിച്ച് വെച്ചു. അതിനകത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ലേശം കുരുമുളക് എരിവും ഇപ്പോൾ ഋതുവിന് വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ലേശം കുരുമുളക് ഇട്ടു. ഞാൻ അപ്പോഴത്തേക്കും ചീഞ്ചിട്ട് അടുപ്പത്തേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ മുട്ട അതിനകത്ത് ഒഴിച്ച് കൊടുത്തു. ലേശോട് ചൂടായിരുന്നെന്ന് തോന്നുന്നു, കാരണം മുട്ട നല്ല വീർത്ത് വന്നിട്ടില്ല. അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ 2-3 വട്ടം തിരിച്ചിട്ടാൽ മാത്രമേ നമ്മുടെ ഈ മുട്ട നല്ല സെറ്റായി സ്പോഞ്ച് പോലെ ഇരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ മിക്സിയിലൊന്ന് അടിച്ച് കൊടുക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടെ പൊന്തി വരും, അതിന് വേറെ ടേസ്റ്റ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടയായിട്ടുണ്ട്. 2 സൈഡും നല്ല കിടക്കാച്ചയായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ എല്ലാം കുടിച്ച് നല്ല മുരിഞ്ഞ് വരുന്ന മുട്ടയ്ക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഋതുവിന് സാധാരണ മുട്ടയൊക്കെ എടുക്കാറ്. അപ്പം അങ്ങനെ ഒരു പാത്രം എടുത്ത് അതിലോട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഋതുവിന് കൊടുത്ത് നോക്കിയാലോ. ചൂടാണേ. ചൂടാ, എന്നാ അത് ചൂടാ, അമ്മ തരാ. ഋതു കൊണ്ട് കൈ കൊണ്ട് എടുത്ത് കഴിക്കണം കേട്ടോ, പക്ഷെ ചൂടാണ്, അതുകൊണ്ടാണ് ഈ കളിക്കുന്നുണ്ട്. അപ്പോൾ ഋതുവിടെ ഒറ്റയ്ക്ക് കഴിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കുട്ടി വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ.